ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിലെത്തിയിരിക്കുകയാണ് കളങ്കാവൽ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. വിനായകൻ നായകനാവുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് വില്ലനായി എത്തുന്നത്. മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ് കാണാൻ കളങ്കാവലിൽ കാണാൻ സാധിച്ചത്. എന്നാൽ കളങ്കാവൽ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആരുടേത് എന്നാണ് ചർച്ചയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. തുടരും എന്ന ചിത്രത്തിലെ ബെൻസായിട്ടുള്ള മോഹൻലാലിന്റെ പ്രകടനമാണ് മികച്ചതെന്ന് ലാൽ ആരാധകർ അവകാശപ്പെടുന്നു. എന്നാൽ ബെൻസിനേക്കാൾ എത്രയോ മികച്ച പെർഫോമൻസാണ് കളങ്കാവിലെ സ്റ്റാലിയുടെയെന്ന് മമ്മൂട്ടി ഫാൻസും അവകാശപ്പെടുന്നു. ഈ വിഷയത്തിൽ നിരവധി പോസ്റ്റുകളാണ് വൈറലാകുന്നത്. മമ്മൂട്ടിയുടെ പെർഫോമൻസിന് അടുത്തൊന്നും മോഹൻലാലിന്റെ ബെൻസ് എത്തിയിട്ടില്ലെന്നാണ് മമ്മൂട്ടി ഫാൻസിന്റെ വാദം. മോഹൻലാൽ അടുത്തിടെ ചെയ്ത മികച്ച കഥ സിനിമയാണ് തുടരും. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് മമ്മൂട്ടി ഫാൻസ് അഭിപ്രായപ്പെടുന്നു. എന്നാൽ മമ്മൂട്ടി ഓരോ വർഷം കഴിയുമ്പോഴും വ്യത്യസ്തമായ വേഷങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും ആരാധകർ അവകാശപ്പെടുന്നു. അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡിൽ മറ്റ് നടന്മാരോട് മത്സരിക്കാൻ മമ്മൂട്ടിയും ഉണ്ടാകുമെന്ന് കളങ്കാവിന്റെ ആദ്യ ഷോയ്ക്ക് പിന്നാലെ പലരും അഭിപ്രായപ്പെടുന്നു. പൊന്മാനിലെ പ്രകടനവുമായി ബേസിൽ ജോസഫും ഡി-0യുടെ പ്രണയത്തും തുടരും സിനിമയിൽ മോഹൻലാലും ഉണ്ടെങ്കിലും മമ്മൂട്ടിക്കാണ് ചാൻസ് കൂടുതലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു. തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും മോഹൻലാലിന്റെ നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിച്ച ചിത്രമായിരുന്നു. മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുടെ ചിത്രം ബോക്സ് ഓഫീസിൽ ഗംഭീര മുന്നേറ്റം നടത്തി. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടിയ ചിത്രം ഈ വർഷത്തെ രണ്ടാമത്തെ 200 ക്ലബ് എൻട്രിയും സ്വന്തമാക്കിയിരുന്നു.